കോഴിക്കോട് നിന്ന് ജോഷില ചേരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയുടെ ഒരു പൊതു വിവരം എങ്ങനെയുണ്ടെന്ന് നോക്കാം. രാവിലെ ഇവിടെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. കുടയൊക്കെ കറക്കിയാണ് ജോഷില നിൽക്കുന്നത്, അപ്പോൾ മഴയില്ല. പക്ഷേ മഴ പെയ്തേക്കാം എന്നാണ് ജോഷില വിചാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ജോഷില. മഴ വരും എന്ന് കരുതിയാണോ കുട പിടിച്ചിരിക്കുന്നത്, അതോ മഴ ചാറുന്നുണ്ടോ? അല്ല, മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴ നിൽക്കുന്ന ഒരവസ്ഥ ഇതുവരെ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഉണ്ടായിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ചോർച്ച ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴയാണ്. നാശനഷ്ടങ്ങളുടെ എണ്ണം പെരുകി വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മരങ്ങൾ വീണും അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് അപകടം സംഭവിച്ചും വീടുകൾ തകർന്നും ഒക്കെയുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടി കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതേസമയം തന്നെ കക്കയം ഡാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏത് നിമിഷവും തുറന്നു വിടാം എന്നുള്ളതാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ കക്കയം ഡാം തുറന്നാൽ പെരുവണ്ണ വഴി റിസർവോയർ വഴി ജലം ഒഴുക്കിവിടും. ഇത് കുറ്റ്യാടി പുഴയിലെ ജലനിരപ്പ് ഉയർത്തും. തീരപ്രദേശങ്ങളിലുള്ളവരെല്ലാം തന്നെ ജാഗ്രത പാലിക്കണം എന്നുള്ളത് നേരത്തെ തന്നെ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മാറി താമസിക്കണമോ എന്നുള്ള കാര്യം പിന്നീട് അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്ക് ജാഗ്രത പാലിച്ചാൽ മാത്രം മതി. അത്രയ്ക്കൊരു സന്നിഗ്ധ ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മാറി താമസിക്കേണ്ട ഘട്ടം വന്നാൽ ഉടൻ തന്നെ അറിയിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇരുവഴിഞ്ഞി പുഴയടക്കമുള്ള ആനക്കാമ്പൊയിലെ പുഴയടക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വിലങ്ങാട് ഉള്ള പുഴ, ഇതൊക്കെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ മേഖലകളിലെല്ലാം തന്നെ പുഴകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കലക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതാത് പ്രദേശത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് അധ്യാപകർക്ക്, സ്കൂളിലെ പ്രധാന അധ്യാപകർക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാം എന്നുള്ളതാണ്. അവധി പ്രഖ്യാപിക്കണമോ വേണ്ടയോ എന്നുള്ളത് ആണ് കലക്ടർ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്. ഒക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2 ദിവസമായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിഞ്ഞ ദിവസം 5 ക്യാമ്പുകളാണ്, ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിരുന്നത്. ഇന്നത് 8 മാറിയിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ 77 ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. കോഴിക്കോട് താലൂക്കിലും അതുപോലെ തന്നെ കൊയിലാണ്ടി താലൂക്കിലുമാണ് ഈ 8 ദുരിതാശ്വാസ ക്യാമ്പുകളുമുള്ളത്. 2 താലൂക്കുകളിലായിട്ടാണ്. 40ഓളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. എന്തായാലും പൂർണ്ണ സുരക്ഷിതരാണ് ഇപ്പോൾ എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും ജാഗ്രതയിൽ തന്നെയാണ്. ജില്ലാ ഭരണകൂടം അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ, ഇനി ഒരു പ്രളയത്തെ നേരിടേണ്ടി വന്നാൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതിൻ്റെ ഒരുക്കങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൺട്രോൾ റൂമുകൾ എല്ലാ താലൂക്കുകളിലും തുറന്നിട്ടുണ്ട്. ഏത് സമയത്തും ആർക്കും ബന്ധപ്പെടാവുന്ന സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. ശരത്, ഇപ്പോൾ ജോഷില സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, കക്കയം ഡാമിൻ്റെ കാര്യം സൂചിപ്പിച്ചു. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ മേഖലയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എന്ന നിർദ്ദേശങ്ങൾ നിരന്തരം വരുന്നുണ്ട്. അതുപോലെ ഇന്ന് കോഴിക്കോട് സ്കൂളുകൾക്കാണ് അവധിയുള്ളത്, കോളേജുകൾക്ക് അവധിയില്ല, പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധിയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കോഴിക്കോടിൻ്റെ മലയോര മേഖല പൊതുവിൽ എങ്ങനെയുണ്ട്? കോഴിക്കോട് ജില്ലയാകെ, നേരത്തെ ജോഷില സൂചിപ്പിച്ചു മഴ ഒഴിഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. കോഴിക്കോട് നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ജോഷില. കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖല, അതുപോലെ തീരമേഖലയിലെ ജനജീവിതം എങ്ങനെയുണ്ട് ഈ മഴക്കാലത്ത്? കടലാക്രമണം എങ്ങനെ? അങ്ങനെ കുറച്ചുകൂടി കാര്യങ്ങൾ, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ജോഷില? ശരത്, കടലാക്രമണം രൂക്ഷമായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി കടലാക്രമണം രൂക്ഷമാണ്. തീരപ്രദേശങ്ങളുള്ള മിക്കവാറും വീടുകളിൽ വെള്ളം കയറിയ സ്ഥിതിയുണ്ട്. ഇവിടെ നിന്നൊക്കെ ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് നഗരത്തിൽ ഈ ഒരു സമയത്താണ് കുറച്ച് ചാറ്റൽ മഴയിലേക്ക് പോയിട്ടുള്ളത്. തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് മലയോര മേഖലകളിലാകെ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നലെയൊക്കെ കാണിച്ച ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. മലയോര മേഖല കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അതുപോലെ മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികളോട് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വളരെയേറെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള നിർദ്ദേശം തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾ ഈ യാനങ്ങൾ ഒക്കെ തന്നെ കെട്ടിയിടണം. അതായത് കൂട്ടിമുട്ടാതെയും തകർന്നു പോകാതെയും ഒലിച്ചു പോകാതെയും ഇരിക്കാൻ മത്സ്യബന്ധന യാനങ്ങൾ കെട്ടിയിടണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അധികൃതർ. എന്തായാലും എല്ലാവരും ജാഗ്രതയിൽ തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. വീടുകളിൽ നിന്ന് വെള്ളം കയറിയ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റി
പാർപ്പിച്ചിട്ടുണ്ട്. പല വീടുകളിലും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഉയരുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. എന്തായാലും എല്ലാവരും ജാഗ്രതയിൽ തന്നെ കഴിയണം എന്നുള്ളതാണ് കളക്ടർ അടക്കം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. ശരത്. ശരി, ജോഷില വിശദാംശങ്ങൾ സൂചിപ്പിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ജോഷില പറഞ്ഞു തന്നെയാണ്. സ്കൂളുകൾക്ക് അവധി കോഴിക്കോട് വിദ്യാഭ്യാസ വകുപ്പിൻ്റേതാണ് ആ നിർദ്ദേശം വന്നിട്ടുള്ളത്, സ്കൂളുകൾക്ക് അവധി എന്നുള്ളത്. ഹയർ സെക്കൻഡറി തലം വരെയാണ് അവധി പ്രഖ്യാപിച്ചിട്ടുമുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ സ്കൂളുകൾക്ക് അവധി എന്ന നിലയിലേക്ക് വന്നിട്ടുള്ളത്. കോളേജുകൾക്കും മറ്റും അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യം കോഴിക്കോടില്ല എന്നുള്ളത് കൂടിയാണ്. ഇടുക്കിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞു. ദേവികുളം താലൂക്കിൽ, അതുപോലെ തന്നെ ഉടുമ്പൻചോല താലൂക്കിലെ ചിന്നക്കനാൽ പ്രദേശത്തുമാണ് അവധി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ മലബാർ മേഖലയിൽ തെക്കൻ പ്രദേശങ്ങളിൽ ഉള്ളതുപോലെ ജനങ്ങളെ വ്യാപകമായി മാറ്റിപ്പാർപ്പിക്കേണ്ട അവസ്ഥ കുറവായിരിക്കും എന്നാണ് രാജൻ്റെ ഒരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ട്. അത് ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട് കൂടിയാണ് എന്ന് എഴുതുന്നുണ്ട്. അതുപോലെ പ്രളയവും ഉരുൾപൊട്ടലിനും